celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഫോമ തെരഞ്ഞെടുപ്പിനെ പറ്റിയും സംഘടനയുടെ നേട്ടങ്ങളെപ്പറ്റിയും മുഖ്യ ഇലക്ഷൻ കമ്മീഷണറും മുൻ പ്രസിഡന്റുമായ ബേബി ഊരാളിൽ തിരിഞ്ഞു നോക്കുന്നു. ഫോമ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇലക്ഷൻ നടത്തുകയുണ്ടായി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോമയുടെ ഒപ്പം വളരെ കാലമായി യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. സംഘടനയുടെ 3ാമത്തെ പ്രസിഡന്റായും സ്ഥാനം അലങ്കരിച്ചിരുന്നു. അങ്ങനെ തുടരുന്ന ഈ യാത്രയുടെ ഒരു അവസരത്തിലാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന സ്ഥാനം തേടിയെത്തിയത്. വളരെ സുതാര്യമായി പരാതികളില്ലാതെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് തന്നെയായിരുന്നു വെല്ലുവിളി. കൃത്യമായ പ്ലാനിങ്ങോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിൽ സംഘടനയുടെ ഭരണഘടന പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് യാതൊരു പരാതിയുമില്ലാതെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടത്താൻ എനിക്കും സംഘത്തിനും സാധിച്ചു. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് എനിക്കൊപ്പം തിരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടായിരുന്ന അനൂസ് കറിയ, മാത്യു ചരിവിൽ എന്നിവരുടെ പ്രവർത്തനത്തെ പറ്റിയാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ അനുവാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം കുറ്റമറ്റ രീതിയിൽ നടത്താൻ സഹായം നൽകിയത്. ഫോമയുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ചവരിൽ ഒരാളായ മാത്യു ചരിവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭരണഘടനയോട് 100% കൂറു പുലർത്തിക്കൊണ്ടാണ് നടത്തുന്നതെന്ന് ഉറപ്പുവരുത്താനും സഹായിച്ചു. അതോടെ എൻ്റെ ജോലികൾ എളുപ്പമായി. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ തന്നെ യാതൊരു പരാതിക്കും ഇടവരാതെ സുതാര്യമായി ഫലപ്രഖ്യാപനവും നടത്താനും സാധിച്ചു. പൂർണ്ണമായും ഒരു ടീം വർക്കായിരുന്നു ഇത്. സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വലിയ രീതിയിൽ സഹായം നൽകി. കൂടാതെ ഓജസ് ജോൺ, ബിജു തോണിക്കടവിൽ, ജോസ് മണക്കാട്ട്, സ്റ്റാൻലി കളത്തിൽ, കുര്യാക്കോസ് വർഗീസ്, ജോൺ ടൈറ്റസ്, അനിയൻ ജോർജ്, കുസ്മം ടൈറ്റസ്, ബോബി തോമസ്, ബെന്നി വാച്ചിറ, ഫിലിപ്പ് ചാമത്തിൽ, ഗ്രേസി ജെയിംസ്, മനോജ് വർഗീസ്, സാബൂസ് കറിയ, ഷാജി എഡ്വാർഡ്, ജിബി തോമസ്, ജൂലി ബിനോയ്, സൈജൻ കണിയോടിക്കൽ, സുനിത അനീഷ്, ഫ്രാൻസിസ് മാത്യു, ചെറിയാൻ കോശി, ഷിബു വർഗീസ്, അനിൽ പുത്തൻചിറ, ജെയിംസ് ജോർജ്, ലിജോ ജോർജ് എന്നിവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. 50 വർഷം മുമ്പ് 1973 ഞാൻ അമേരിക്കയിലെത്തുന്നത്. എൻ്റെ 19ാമത്തെ വയസ്സിൽ പഠന ആവശ്യത്തിനായിട്ടായിരുന്നു അത്. കോട്ടയം മോനിപ്പള്ളിയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മൂത്ത സഹോദരി ഗ്രേസി ജെയിംസ് ആണ് സ്പോൺസർ ചെയ്തത്. എൻ്റെ അങ്കിളും കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക് കോളേജ്, ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പളായിരുന്ന പീറ്റർ ഊരാളിലാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായത്. ഇവിടെ മെഡിക്കൽ ടെക്നോളജി പഠനശേഷം കുറച്ചുകാലം ആ രംഗത്ത് ജോലി ചെയ്യുകയും പിന്നീട് മെഡിക്കൽ ലാബുകൾ ആരംഭിച്ച് ബിസിനസ്സിലേക്ക് കടക്കുകയും ചെയ്തു. ഫോമയുടെ ആദ്യകാലം മുതൽ സംഘടനയിൽ ഉണ്ടായിരുന്ന എന്നെ 3ാമത്തെ പ്രസിഡന്റായി പിന്നീട് തിരഞ്ഞെടുത്തു. ആരംഭകാലത്ത് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും സെക്രട്ടറി ബിനോയ് തോമസ്, ട്രഷറർ ഷാജി എഡ്വേർഡ് എന്നിവരുടെ അകമഴിഞ്ഞ സഹകരണത്താൽ ഫോമയുടെ ആദ്യ ക്രൂസ് കൺവെൻഷൻ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് കാലക്രമേണ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയായി ഫോമ മാറി. കോവിഡ് കാലത്ത് കൺവെൻഷൻ നടത്താൻ സാധിച്ചില്ലെങ്കിലും അന്നത്തെ പ്രസിഡന്റായിരുന്ന രാജു ചാമത്തലിൻ്റെ നേതൃത്വത്തിൽ 50 പേർക്ക് വീടുകൾ വെച്ചുകൊടുക്കാൻ സംഘടനയ്ക്കായി. തിരുവനന്തപുരം ക്യാൻസർ ചികിത്സാ ആശുപത്രിയിലെ വാർഡിൽ പുതിയ റൂം നിർമ്മിക്കാൻ സഹായം ചെയ്യാനും സാധിച്ചു. ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൺവെൻഷനിൽ 170 സ്പോൺസർമാരെ ലഭിക്കുക എന്ന വലിയ നേട്ടവും ഉണ്ടായിരുന്നു. സാധാരണയായി 10-15 സ്പോൺസർമാരെയാണ് കൺവെൻഷനുകൾക്ക് ലഭിച്ചിരുന്നത്. ഈ 170 സ്പോൺസർമാരിൽ വലിയൊരു ഭാഗവും സാധാരണക്കാർ ആയിരുന്നുവെന്നതും ഫോമയുടെ ജനകീയത വെളിവാക്കുന്നതാണ്. അതിനാൽ വൻ ജനപങ്കാളിത്തവും ഇക്കഴിഞ്ഞ കൺവെൻഷനിൽ ഉണ്ടായി.
പുതിയ തെരഞ്ഞെടുപ്പിനു ശേഷം അധികാരമേറ്റ കമ്മിറ്റിയും സംഘടനയുടെ പ്രവർത്തനങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ളവരാണ്. അതിൽ പലരും ചെറുപ്പക്കാരുമാണ്. പ്രവാസികൾക്ക് എന്ത് പ്രശ്നം വന്നാലും മുന്നിൽ നിന്ന് പരിഹരിക്കാൻ ഫോമ ശ്രമിക്കാറുണ്ട്. മുമ്പ് പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നം വന്നപ്പോൾ ഇന്ത്യൻ അധികാരികളുമായി സംസാരിക്കാനും ഫീസ് 250 നിന്നും 25 കുറയ്ക്കാനുമെല്ലാം ഫോമയുടെ ഭാരവാഹിയായ തോമസ് ടി ഉമ്മനുമാണ് മുൻകൈയെടുത്തത്. ഒപ്പം കേരളത്തിൽ നിന്നുമുള്ള രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ എന്നിവരെല്ലാം അമേരിക്കയിൽ സന്ദർശനത്തിനെത്തുമ്പോൾ അവരെ സ്വീകരിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഫോമ എപ്പോഴും മുന്നിലുണ്ട്. ഈയിടെ ഇവിടെ സന്ദർശിച്ച രാഷ്ട്രീയ നേതാക്കളായ മോൻസ് ജോസഫും മാത്യു കുഴൽനാടൻ എന്നിവരോട് നാട്ടിൽ അനാഥമായി പോകുന്ന പ്രവാസികളുടെ സ്വത്തുക്കളെപ്പറ്റി ചർച്ച ചെയ്യാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും സംഘടന അഭ്യർത്ഥിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിരുന്നു സംഘടന തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കൺവെൻഷൻ നടത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിലധികം തുക ഫോമയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഈ അധിക തുക വയനാട്ടിൽ വീട് നഷ്ടമായ കൂടുതൽ പേരുടെ പുനരധിവാസത്തിന് ഉപയോഗിക്കാനാണ് തീരുമാനം. അമേരിക്കയിൽ വിവിധ സംഘടനകൾ ഓൺലൈനായി മലയാളം ക്ലാസുകൾ ആരംഭിച്ചത് ഏറെ പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. തീർച്ചയായും മാതൃഭാഷയെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത്തരം ക്ലാസുകളിൽ പങ്കെടുത്ത പ്രവാസികളുടെ മക്കൾക്ക് നന്നായി ഭാഷ സംസാരിക്കാനും വായിക്കാനും എഴുതാനും സാധിക്കുന്നതിനൊപ്പം അവർ ഭാഷയെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നത് വലിയ കാര്യമാണ്. രാഷ്ട്രീയക്കാരുമായി അന്നും ഇന്നും നല്ല അടുപ്പമുണ്ട്. എല്ലാവരുമായും സമദൂരവും നല്ല നേതാക്കളുമായി വ്യക്തിബന്ധവും ഞാൻ കാത്തുസൂക്ഷിക്കുന്നു. കോട്ടയം സ്വദേശിയായതിനാൽ തന്നെ KM മാണിയുമായും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായുമെല്ലാം നല്ല ബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴും മകൻ ജോസ് കെ മാണിയുമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുകയും നാട് സന്ദർശിക്കുമ്പോൾ മാണി സാറിൻ്റെ വീടും കുടുംബത്തെയും സന്ദർശിക്കുകയും ചെയ്യുന്നു. മറ്റൊരു നേതാവായ മോൻസ് ജോസഫുമായും നല്ല അടുപ്പമാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായും വ്യക്തിബന്ധമുണ്ട്. ഭാര്യ സലോമി ആറൻ, മകൻ ഷോബിൻ കാലിഫോർണിയയിലെ ലവ്ലി എന്ന കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാൾ, മകൾ ഷാരോൺ ന്യൂയോർക്കിൽ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.